വീട്ടിൽ കുഞ്ഞുങ്ങൾ വരുമ്പോഴോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, കുറച്ച് ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് വരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പത്തിൻ്റെയും പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പൊടിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ നമ്മൾ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതും ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് കട്ടിയായി പോവാതെ ഒരുപാട് ലൂസായി പോവാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി ഞാൻ ഈ മാവ് മൊത്തം ഒന്ന് ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഉരുളകളായിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി കുറച്ച് അധികം വലിയ ഉരുളകളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അത് മാറ്റി വെച്ചിട്ട് ഒരു ചരുവത്തിലേക്ക് ഒരല്പം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായി ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഉരുളകൾ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഉരുളകളൊക്കെ പെട്ടെന്ന് തിളച്ച് ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഞാനൊരു ചട്ടിയിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വലിയ ഒരു ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത്തപ്പഴം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതില്ലാതെ നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ആ പഴവും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത്. അത് ആ നെയ്യിൽ ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യിൽ കിടന്നത് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരേണ്ട ആവശ്യമുള്ളൂ. അതുകൂടെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ ഉരുളകൾ തമ്മിൽ ഒട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് കരണ്ടി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ഉരുളകളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിട്ട് വന്നതോളും. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മൾ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഫ്ലേവറിന് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയാണ്. എന്നിട്ടൊരു പാനിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് നമ്മൾ ഉണക്കമുന്തിരി കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു കപ്പിലേക്ക് ഒരു രണ്ട് സ്പൂൺ നമ്മൾ അരിപ്പൊടി തന്നെയാണ് എടുത്തത്. നമ്മൾ ഏത് പൊടിയാണോ കുഴച്ചത് ആ പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ തിളയ്ക്കാൻ വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആ മാവ് കലക്കി ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഈ മാവ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ മധുരത്തിന് പഞ്ചസാരയ്ക്ക് വരെ നമ്മൾ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 20 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ തന്നെ ആ ഉരുളകളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ കൊതി തോന്നുമ്പോഴൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു തവണ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളിത് ട്രൈ ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ടായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും വരെ ടാറ്റാ.